വീട്ടിലും മനസ്സിലുമുണ്ടാകുന്ന നെഗറ്റീവ് എനർജി മാറ്റി പോസിറ്റീവ് ഊർജം നിറയ്ക്കാനുള്ള 5 ലളിതമായ വഴികളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീടിനെ ശുദ്ധീകരിക്കാൻ. 1. കല്ലുപ്പ് ഉപയോഗിക്കുക. വീട് തുടയ്ക്കുന്ന വെള്ളത്തിൽ അല്പം കല്ലുപ്പ് ചേർക്കുന്നത് നെഗറ്റീവ് എനർജി നീക്കം ചെയ്യാൻ സഹായിക്കും. വീടിന്റെ മൂലകളിൽ പാത്രങ്ങളിൽ കല്ലുപ്പ് നിറച്ചു വെക്കുന്നതും നല്ലതാണ്. 2 ആഴ്ച കൂടുമ്പോൾ ഈ ഉപ്പ് മാറ്റണം. 2. അനാവശ്യ സാധനങ്ങൾ ഒഴിവാക്കുക. ഉപയോഗിക്കാത്ത പഴയ വസ്ത്രങ്ങൾ, പൊട്ടിയ കണ്ണാടികൾ, കേടായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ വീട്ടിൽ സൂക്ഷിക്കരുത്. ഇവ പോസിറ്റീവ് എനർജിയുടെ ഒഴുക്കിനെ തടയുന്നു. വീട് എപ്പോഴും അടുക്കിയും വൃത്തിയായും സൂക്ഷിക്കണം. 3. വായുവും വെളിച്ചവും. രാവിലെ തന്നെ വീടിന്റെ ജനലുകളും വാതിലുകളും തുറന്നിടുക. ശുദ്ധവായുവും സൂര്യപ്രകാശവും വീടിനുള്ളിലേക്ക് കടക്കുന്നത് വലിയൊരു പോസിറ്റീവ് എനർജി നൽകും. സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തുന്നതും സാമ്പ്രാണി പുകയ്ക്കുന്നതും അന്തരീക്ഷം ശുദ്ധീകരിക്കാൻ സഹായിക്കും. 4. ശരീര സംരക്ഷണം. ആഴ്ചയിൽ 1-2 തവണ ഉപ്പുവെള്ളത്തിൽ കുളിക്കുന്നത് ശരീരത്തിൽ പറ്റിനിൽക്കുന്ന നെഗറ്റീവ് ഊർജത്തെ കളയാൻ സഹായിക്കും. ദിവസവും കുറച്ചുനേരം ചെരുപ്പില്ലാതെ മണ്ണിലൂടെയോ പുല്ലിലൂടെയോ നടക്കുന്നത് ശരീരത്തിലെ അനാവശ്യ ഊർജം ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകാൻ സഹായിക്കും. 5. മാനസികാരോഗ്യം. ധ്യാനം, പ്രാർത്ഥന എന്നിവ ശീലമാക്കുക. ദിവസവും നടന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചോർത്ത് പ്രപഞ്ചത്തോട് നന്ദി പറയുക. പരാതി പറയുന്നവരിൽ നിന്നും നെഗറ്റീവ് ചിന്താഗതിക്കാരിൽ നിന്നും അകലം പാലിക്കുക. കഴിഞ്ഞ കാലത്തെ സങ്കടങ്ങൾ മറന്ന് മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് മനസ്സിന് വലിയ സമാധാനം നൽകും. സംസാരിക്കുമ്പോൾ എപ്പോഴും നല്ല വാക്കുകൾ മാത്രം ഉപയോഗിക്കുക. ഞാൻ സന്തോഷവാനാണ്, എന്റെ ജീവിതത്തിൽ നല്ലത് മാത്രമേ സംഭവിക്കൂ എന്നിങ്ങനെയുള്ള പോസിറ്റീവ് വാചകങ്ങൾ ദിവസവും ആവർത്തിച്ചു പറയുന്നത് ഉപബോധ മനസ്സിനെ പോസിറ്റീവാക്കാൻ സഹായിക്കും. ലളിതമായി ഈ മാറ്റങ്ങളിലൂടെ ജീവിതത്തിൽ വലിയ പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നു. അധികം പഴക്കം ചെന്നതോ രാസവസ്തുക്കൾ കലർന്നതോ ആയ ഭക്ഷണങ്ങൾ ശരീരത്തിൽ മന്ദതയുണ്ടാക്കും. പകരം ഫ്രഷായ പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ധാരാളം വെള്ളം കുടിക്കുന്നതും ശരീരത്തിലെ നെഗറ്റീവ് എനർജിയെ പുറന്തള്ളാൻ സഹായിക്കും. വെള്ളം കുടിക്കുന്നതിന് മുൻപ് അത് പോസിറ്റീവ് എനർജി നൽകട്ടെ എന്ന് മനസ്സിൽ സങ്കൽപ്പിക്കുന്നത് ഗുണം വർദ്ധിപ്പിക്കും. സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് വാർത്തകളും തർക്കങ്ങളും അനാവശ്യമായ സങ്കടങ്ങൾ ഉണ്ടാക്കാം. അതിനാൽ ദിവസവും കുറച്ചു സമയം ഫോണും ടിവിയും മാറ്റിവെച്ച് പുസ്തകങ്ങൾ വായിക്കാനോ പ്രകൃതിയെ ആസ്വാദിക്കാനോ സമയം കണ്ടെത്തുക. ഇത് മനസ്സിനെ റീചാർജ് ചെയ്യാൻ സഹായിക്കും. വീട്ടിൽ മന്ത്രങ്ങൾ, ഭക്തിഗാനങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിയുടെ ശബ്ദങ്ങൾ കേൾപ്പിക്കുന്നത് അന്തരീക്ഷത്തെ പോസിറ്റീവാക്കും. ശംഖുനാദം, മണികൾ മുഴങ്ങുന്ന ശബ്ദം എന്നിവ നെഗറ്റീവ് തരംഗങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കും. നെഗറ്റീവ് എനർജി എന്നത് മാറ്റാൻ കഴിയാത്ത ഒന്നല്ല. നമ്മുടെ നിത്യജീവിതത്തിലെ ചെറിയ മാറ്റങ്ങളിലൂടെ വീട് വൃത്തിയാക്കി സൂക്ഷിക്കുക, ശരീരത്തിന് വിശ്രമം നൽകുക, മനസ്സിനെ ധ്യാനത്തിലൂടെ ശാന്തമാക്കുക, ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ മാറ്റങ്ങൾ അനുഭവിച്ചറിയാൻ സാധിക്കും. ഇന്നലത്തെ വേദനകൾ ഇന്നലെകളിൽ ഉപേക്ഷിച്ച് ഈ നിമിഷത്തിൽ പൂർണ്ണമായി ജീവിക്കുക. നമ്മുടെ കൂടെയുള്ള ആളുകൾ നമ്മുടെ ഊർജത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുന്നവരും പരാതിപ്പെടുന്നവരുമായ ആളുകൾ നമ്മുടെ പോസിറ്റീവ് എനർജി ചോർത്തിക്കളയും. അത്തരം ആളുകളിൽ നിന്ന് അകലം പാലിക്കുകയും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന പോസിറ്റീവ് ചിന്താഗതിക്കാരായ ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുക. മറ്റുള്ളവരോടുള്ള പകയും ദേഷ്യവും ഉള്ളിൽ സൂക്ഷിക്കുന്നത് നമുക്ക് തന്നെയാണ് ദോഷം ചെയ്യുന്നത്. അത് ഉള്ളിൽ വലിയൊരു നെഗറ്റീവ് ഊർജമായി തങ്ങി നിൽക്കും. അതിനാൽ നമ്മളെ വേദനിപ്പിച്ചവരോട് മനസ്സുകൊണ്ട് ക്ഷമിക്കുക. ഇത് അവർക്ക് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ സ്വന്തം സമാധാനത്തിനു വേണ്ടിയാണെന്ന് തിരിച്ചറിയുക. നമ്മുടെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. ദിവസവും കണ്ണാടിക്ക് മുന്നിൽ നിന്ന് എനിക്ക് എന്റെ പ്രശ്നങ്ങളെ നേരിടാൻ കഴിയും, ഞാൻ ആരോഗ്യവാനാണ് എന്നിങ്ങനെയുള്ള പോസിറ്റീവ് കാര്യങ്ങൾ ഉറക്കെ പറയുക. നമ്മൾ നിരന്തരം എന്തു പറയുന്നുവോ അത് നമ്മുടെ ജീവിതമായി മാറും. പ്രശ്നങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും.
പക്ഷേ അതിനെ നേരിടാനുള്ള മാനസികവും ശാരീരികവുമായ ഊർജം നമ്മൾ തന്നെ കണ്ടെത്തണം. ഓരോ പുതിയ ദിവസവും ഒരു പുതിയ തുടക്കമാണ്. നാളെയെക്കുറിച്ചുള്ള ഭയവും ഇന്നലത്തെ വേദനകളും ഉപേക്ഷിച്ച് ഈ നിമിഷത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഉള്ളിലെ പ്രകാശം തിരിച്ചറിയുന്നതിലൂടെ ജീവിതം മനോഹരമാക്കാൻ സാധിക്കും. നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം വളരെ വലുതാണെന്ന് തിരിച്ചറിയുക. ബാഹ്യമായ സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്നതിലൂടെ ഏതു പ്രതിസന്ധിയെയും മറികടക്കാൻ സാധിക്കും. ഓരോ വ്യക്തിക്കും സ്വന്തം ജീവിതം പോസിറ്റീവാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. പോസിറ്റീവ് എനർജി എന്നത് പുറത്തുനിന്ന് ലഭിക്കേണ്ട ഒന്നല്ല, മറിച്ചത് നമ്മളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ചുറ്റുമുള്ളവരിലേക്കും പടരും. ഓരോ പുതിയ ദിവസത്തെയും ഒരു പുതിയ അവസരമായി കാണുക. മനസ്സിനെ ശാന്തമാക്കി സ്നേഹവും കൃതജ്ഞതയും നിറഞ്ഞ ഒരു ജീവിതശൈലി സ്വീകരിക്കുന്നതിലൂടെ സമാധാനവും സന്തോഷവും കൈവരിക്കാൻ കഴിയും. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ദിവസം മാത്രം ചെയ്തതുകൊണ്ട് മാറ്റമുണ്ടാവില്ല. ഇതൊരു ജീവിതശൈലിയായി മാറ്റണം. ദിവസവും കുറച്ചു സമയം സ്വന്തം മനസ്സിനും ശരീരത്തിനും വേണ്ടി മാറ്റിവെക്കുന്നത് വഴി ജീവിതത്തിന്റെ സ്പന്ദനങ്ങൾ തന്നെ മാറിമറിയുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് എനർജി നിറയുമ്പോൾ അത് നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മറ്റുള്ളവരിലേക്കും ആ സന്തോഷം പകരാൻ ശ്രമിക്കണം. നല്ലൊരു വാക്കു പറയുന്നതോ ഒരാളെ നോക്കി പുഞ്ചിരിക്കുന്നതോ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഓരോ പുതിയ ദിവസവും പ്രപഞ്ചം നമുക്ക് നൽകുന്ന വലിയൊരു സമ്മാനമാണ്. ഇന്നലത്തെ സങ്കടങ്ങളെ ഇന്നലത്തെ സൂര്യനോടൊപ്പം വിട്ടുകളയുക. പുതിയൊരു പ്രതീക്ഷയോടെ പോസിറ്റീവ് എനർജിയോടെ ഇന്നത്തെ ദിവസത്തെ വരവേൽക്കുക. മറ്റുള്ളവർക്ക് സ്നേഹവും പോസിറ്റിവിറ്റിയും നൽകുന്നതിനൊപ്പം തന്നെ നമ്മളെ തന്നെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കണം. എനിക്ക് എന്നെത്തന്നെ ഇഷ്ടമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് ഉള്ളിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും നെഗറ്റീവ് ചിന്തകളെ പടിക്കു പുറത്താക്കുകയും ചെയ്യും. ജീവിതം എന്നത് ഈ നിമിഷത്തിന്റെ കൂട്ടായ രൂപമാണ്. അതുകൊണ്ട് അനാവശ്യ ഉത്കണ്ഠകൾ മാറ്റിവെച്ച് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സന്തോഷം എന്നത് ദൂരെയുള്ള ഒന്നല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ടെന്ന് തിരിച്ചറിയുക.